he has restored lots of indigenous species of rice, different varieties that were competent to grow bypassing the weeds, and he's a very religiously doing organic farming without any pesticides, without any fertilizers, no de-weeding agents, nothing. ഞാൻ ശരിക്കും പറഞ്ഞാൽ രോഗിയാണ്. എനിക്കിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും നേരത്തെ ഇത് ഇങ്ങനെയുള്ള പുറത്തുനിന്നുള്ള അരി കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ എണ്ണി പറഞ്ഞാൽ തീരില്ല, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ത് പറ്റി, നമുക്ക് രോഗമില്ലാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയായി. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും നല്ല ആരോഗ്യമുള്ളവരാണെന്ന് നെഞ്ഞത്ത് കൈ വെച്ചത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചേട്ടാ, ഞാൻ ഇത് വളരെ കൗതുകത്തോടു കൂടിയാണ് ചേട്ടൻ്റെ ഈ പ്രവൃത്തികളെ കാണുന്നത്. അതിനകത്ത് ഒന്നാമത് മറ്റ് കൃഷിക്കാരിൽ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ, നിത്യം ഇതിലൊരു ദൃഢനിശ്ചയത്തോടു കൂടി ഇത് ഒരിക്കലും പാളില്ല, പ്രകൃതി എന്നെ പറ്റിക്കില്ല, എന്നെ ചതിക്കില്ല എന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടി സാധാരണ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ആദ്യമൊക്കെ കുറച്ച് സെൻറ്റിമെൻ്റലായിട്ട് കുറച്ച് പാഷനായിട്ടൊക്കെ തുടങ്ങിയാലും അത് നിലനിർത്തുക എന്ന് പറയുന്നത്, ഞാൻ കണ്ട കൃഷിക്കാരിൽ ഭൂരിഭാഗവും കണ്ടുവരുന്നത് അവരിടക്കാലത്ത് വെച്ച് ചിലപ്പോൾ വിഷം ചേർക്കും, ചിലപ്പം ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കെമിക്കൽ അതിനകത്ത് അവരിടും എന്തെങ്കിലും. പക്ഷെ ഇതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ആ വിശ്വാസം, പ്രകൃതിയോടുള്ള വിശ്വാസം, ചേട്ടനിൽ ഇത്ര ഉറച്ച വിശ്വാസം വരാനുള്ള കാര്യം എന്തുവാ? അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ ശരിക്കും ശ്രീ രവിശങ്കർജിയുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, SSIAST ട്രസ്റ്റ്. അത് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതാണ്, അതായത് നാച്ചുറൽ ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാഞ്ഞു. പക്ഷെ ഞാനിത് അറ്റൻഡ് ചെയ്ത ശേഷം ആ ഒരു അറിവ് എനിക്ക് ഭയങ്കര എന്നെ അത്ഭുതം സൃഷ്ടിച്ചു. കാരണം എങ്ങനെ ശരിയാവും? കാരണം കഴിഞ്ഞ 10-60 വർഷമായി ഞാൻ പോലും ചെയ്തിരുന്ന ഒരു കൃഷി ഇതിനേക്കാളും ഈ ഒരു കൃഷി രീതിയാണ് നല്ലതെന്ന് പറയുമ്പോൾ എനിക്കുള്ള ഒത്തിരി അത്ഭുതം ഉണ്ടാക്കി. അപ്പോൾ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് കിട്ടിയ അറിവാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. അത് ഞാൻ അപ്പം തന്നെ ഒരു നാടൻ പശുവിനെ, അതായത് വെച്ചൊരു പശുവിനെ മേടിച്ചു. ആ പശുവിനെ മേടിച്ചുകൊണ്ടുള്ള കൃഷി തുടങ്ങി. പിന്നെ ഞാനിത് നെൽകൃഷിയിലേക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഓരോ വർഷം ചെല്ലുന്തോറും എനിക്ക് ഈൽഡ് കൂടി വന്നു. ഇന്നിപ്പോൾ ഏകദേശം 8-ാം വർഷം നിൽക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എനിക്ക് ഒത്തിരി മുമ്പുണ്ട്, എന്നെ പ്രകൃതി എന്നെ ചതിക്കില്ല, എന്നെ മുന്നോട്ട് തന്നെയാണ് ഈശ്വരൻ കൊണ്ടുപോകുന്നത്, പ്രകൃതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള വിശ്വാസത്തോടെ. എൻ്റെ അടുത്ത് രോഗികൾ പല സുഖങ്ങളായിട്ട് വരും. ഇപ്പോൾ വൃക്ക രോഗം, കരൾ രോഗം, പിന്നെ ഉദര രോഗങ്ങൾ, പിന്നെ ശ്വാസകോശ രോഗം, ഹൃദ്രോഗം, അങ്ങനെ പ്രമേഹം, ഇതെല്ലാം പല അസുഖങ്ങളായിട്ട് വരുമ്പോൾ ഞാനൊരു ഏതാണ്ട് 29 വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ക്ലാസിക്കൽ ആയുർവേദമാണ് നമ്മുടെ. അപ്പം ക്ലാസിക്കൽ മരുന്നുകൾ, വേദങ്ങളിൽ പറയുന്ന സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിലെ മരുന്നുകളെടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള രോഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ചികിത്സയാണ്. ഇത് തന്നെയാണ് ഇന്ത്യ മുഴുവൻ നമ്മുടെ ഡോക്ടർമാരെ ഞാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. വലിയൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഇവർക്ക് വേണ്ടിയുള്ള മരുന്നിനും കൂടിയാണ് ഞാൻ മുഴുവൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കാൻ കാരണം, ഒരുപാട് രോഗികൾ ഇപ്പോൾ ക്രിയാറ്റിൻ കൂടിയ ആളുകൾക്ക് നമുക്കിപ്പോൾ 3 ക്രിയാറ്റിൻ വന്നു, ഒരു 60-70 യൂറിയായിട്ട് വരുന്നു, ഹീമോഗ്ലോബിൻ 7-8 അങ്ങനെ കുറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളത് അവരുടെ ചികിത്സയിലിരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ കുറയാതെ അധികം കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. നമ്മുടെ ചികിത്സ അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കണ്ട ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവരുടെ ചികിത്സ ചെയ്യുന്നതോടൊപ്പം തന്നെ സുരക്ഷിതമായിട്ട് ആയുർവേദം കൂടെ അതിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ക്രിയാറ്റിൻ യൂറിയം ഒക്കെ കുറച്ചുകൊണ്ട്, പൊട്ടാസ്യം സോഡിയൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട്, പിന്നെ ഈ പറയുന്ന ഹീമോഗ്ലോബിനൊക്കെ വളരെ രസമായിട്ട് കൂടി, അപ്പം നമുക്ക് പലപ്പോഴും ആധുനിക ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻ ആവശ്യം വരത്തില്ല. അപ്പോൾ അതും വളരെ സാവധാനം കുറച്ച് സുരക്ഷിതമായിട്ട് അവിടെ ആളുകളെ രക്ഷിച്ചെടുക്കാം. ഇങ്ങനെ ചികിത്സിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മനുഷ്യൻ പോയിട്ട് എന്തെങ്കിലും ഒരു സദ്യ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ, എല്ലാ ഹോട്ടലിലും ഞാൻ കുറ്റം പറയുന്നില്ല, ഏതായാലും ഭക്ഷണത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു 3 എന്നുള്ളത് ഒരു 1.6, 1.8 ക്രിയാറ്റിൻ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പം ഈ ആൽക്കഹോൾ അടക്കം, അപ്പോൾ ആൽക്കഹോളിനേക്കാളും വളരെ മാരകമായിട്ടാണ് പലപ്പോഴും കണ്ടേക്കുന്നത് പല ആഹാരത്തിലെ വിഷങ്ങൾ. അപ്പോൾ ഇത് പെട്ടെന്ന് ഈ 1.6, 1.7 വന്ന
ക്രിയാറ്റിനിൻ ചാടി തിരിച്ച് 2.5 2.6 ഇത് 1-2 അല്ല, ഇഷ്ടം. ഇതുപോലെ കരൾ രോഗത്തിൽ ആൽഫ ബീറ്റ പ്രോട്ടീൻ, ബിൽറൂബിൻ, SGO-TCP ഈ മാർക്കേഴ്സ് ഒക്കെ ചില ആഹാരം കഴിക്കുമ്പോഴാണ് കൂടി ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് ഈ വിശ്വസ്തരായിട്ടുള്ള കൃഷിക്കാരെ കണ്ടുപിടിക്കുന്നത് ഭയങ്കര ചേട്ടനെ അറിയാലോ, 8 കൊല്ലം ഇത് നിലനിർത്തിയെന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിശ്വസ്തരായിട്ടുള്ള കൃഷിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും ഞാൻ ഇപ്പം വാങ്ങാൻ രോഗികളോട് പറയും. ചിലപ്പോൾ ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെച്ച് രോഗികൾക്ക് കൊടുക്കും. ഇപ്പോൾ അങ്ങനെ ഒരു 18ഓളം വർഷം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വർഷമായിട്ട് നമ്മൾ എൻ്റെ കൃഷിക്കാരെ തന്നെ നമ്മൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ ഈ പറയുന്ന പോലെ ഫിനാൻസ് ഡൊണേഷൻ പോലെ കുറച്ച് കൊടുത്ത് അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനും കൂടെ ഒക്കെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ IR ഓർഗാനിക്സ് എന്നൊരു കമ്പനി ഉണ്ട് നമുക്ക്. അപ്പോൾ ചേട്ടൻ്റെ അടുത്തും ഞാൻ അതിൻ്റെ പേരിലാണ് നമ്മൾ കൂട്ടിമുട്ടിയത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴും എൻ്റെ ഇതുവരെയുള്ള നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു നേരെ ഇപ്പോൾ ചേട്ടൻ തരുന്ന തവളക്കണ്ണൻ അരിയുണ്ട്, പിന്നെ എനിക്ക് കൊടിക്കണി തന്നിട്ടുണ്ട്, പിന്നെ കുഞ്ഞൂഞ്ഞ് തന്നിട്ടുണ്ട്, പിന്നെ രക്തശാലി തന്നിട്ടുണ്ട്, നവര തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ കുഞ്ഞൂഞ്ഞ് ഇതൊക്കെ ഞങ്ങൾ പൊടിച്ച് പലഹാരങ്ങളുണ്ടാക്കി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ മരുന്നിനേക്കാളും എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷുഗർ ആണെങ്കിലും തവളക്കണ്ണ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വളരെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളത്. അത് വളരെ ബയോകെമിക്കലായിട്ട് ഒരു കോംപ്ലക്സിറ്റിയും ക്രിയേറ്റ് ചെയ്യാതെ സുരക്ഷിതമായിട്ട് വൃക്കയിൽ കൂടെ അരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്തൊരു സത്യം എന്താണെന്ന് പറയട്ടെ, ഈ വർഷങ്ങൾക്ക് മുമ്പ് രോഗങ്ങളുണ്ടോ? ഇല്ല. എത്ര ആളുകൾ ആശുപത്രി പോകുന്നത്? ഇല്ല. മെഡിക്കൽ സ്റ്റോർ ഉണ്ടോ? ഇത്രയും എനിക്ക് തോന്നുന്നില്ല. 40 മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ജനങ്ങളൊന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ യാഥാർത്ഥ്യം അവർ പലപ്പോഴും മരണത്തെയാണ് വിലയ്ക്ക് വാങ്ങുന്നതെന്ന് അന്നേരത്തെ സന്തോഷത്തിന് വേണ്ടി ചാടിക്കയറി. ഇപ്പം എൻ്റെ ഒരു സർവേയിൽ ഒരു കരളിന് ഒരു വിഷാംശം നിർവീര്യമാക്കാൻ 15-16 ദിവസമൊക്കെ എടുക്കും. അതുവരെ കഴിഞ്ഞ് പുറത്ത് കഴിക്കരുതെന്ന് കാല് പിടിച്ച് പറയാൻ പലരോട്, രോഗികളായിട്ടുള്ളവർ. ഇപ്പോൾ രോഗികളായിട്ടുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിതിവിടെ പറയാൻ കാരണം, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഈ ഔഷധ ഗുണം ഉള്ള അരികളെ പറ്റി ഇപ്പം പലതരം അരികൾ ഇപ്പം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അന്യം നിന്ന് പോയതാണ്. അപ്പം ഒരു പ്രോത്സാഹനവും ഒരു പിന്തുണയും എങ്ങു നിന്നും ഇല്ലാതെ സ്വന്തം താല്പര്യം കൊണ്ട് റിസ്ക് എടുത്ത് ഇവിടെ വരെ എത്തിയ വലിയൊരു വ്യക്തിത്വമാണിത്. അപ്പോൾ അങ്ങനെ ഒരു എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. പ്രകൃതി നമ്മളോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. പ്രകൃതി നിൽക്കും, പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കും. അവിടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. എനിക്ക് ഞാനത് സന്തോഷത്തോടെ ഏറെ സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. കാരണം ഞാൻ ഒരു ദിവസം ഒരു പക്ഷേ എനിക്ക് 16 മണിക്കൂർ വരെ ജോലി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ചേട്ടാ ഒരു കാര്യം, നമ്മൾ ഈ ആളുകൾ ഈ വളവിട്ടെങ്കിലേ വിളവ് കിട്ടൂ, പിന്നെ ഈ കളകൾ പറിക്കാൻ ഡീവിഡിങ് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ എന്തായാലും 100% അനാരോഗ്യമായ പ്രവണതകളാണെങ്കിലും ചേട്ടനെ സംബന്ധിച്ച് ഈ വിഷം ഇടാതെ ഞാൻ പലപ്പോഴും എൻ്റെ കൃഷിക്കാരെ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം, ഒരു വിഷം ഇടാതെ ജൈവ രീതിയിൽ ചെയ്തപ്പോൾ വിഷം ഇടുന്നതിൻ്റെ 3-4 ഇരട്ടി വിളവ് കിട്ടുന്നത്. പിന്നെ എന്തിനും ആൾക്കാർ ഇതിനെ പോകുന്നു, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ഈ വിഷങ്ങൾ ഉപയോഗിക്കാതെ ഇതിന് ഒരു വളം ആവശ്യമാണല്ലോ. തീർച്ചയായിട്ടും വളം ആവശ്യമാണ്. അപ്പോൾ എന്ത് തരം വളം ചേട്ടൻ ഇതിനകത്ത്? ഇത് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നാടൻ പശുവിൻ്റെ ചാണകം, മൂത്രം, പിന്നെ നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന പഴങ്ങൾ ഇട്ടാൽ മതി. പക്ഷേ പലപ്പോഴും നമുക്കില്ലെങ്കിൽ നമുക്ക് ശർക്കര, പിന്നെ പയറുപൊടി. പയർ കൃഷിയാണ് നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നില്ല. കുറച്ച് പയറുപൊടി, ഇങ്ങനെ 4 സാധനങ്ങൾ ആ പറമ്പിൽ ഒരു പിടി മണ്ണും ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു ജീവാമൃതം, ആ ജീവാമൃതം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ശരിക്കും നെൽകൃഷി 2 പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി. അതും ജേഴ്സിയുടെ അല്ല, നാടൻ പശുവിൻ്റെ. അതാണ് സത്യം. പിന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വിധത്തിലുള്ള വിഷാംശമുള്ള ഭക്ഷണം കൊടുക്കുന്നില്ല. ഞാൻ കൃഷി ചെയ്യുന്ന വൈക്കോല്, പിന്നെ നല്ല പുല്ല്, വിഷമില്ലാത്ത പുല്ല്, ഇതെല്ലാം മാത്രമേ കൊടുക്കാറുള്ളൂ. വേറെ യാതൊന്നും ചെയ്യാറില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് ഇതിൻ്റെ വിള. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ കൃഷിക്കാരും സാവധാനമാണെങ്കിലും ഇതിലേക്ക് മാറണം. ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയുന്നുണ്ട്, 10 ഏക്കർ ചെയ്യുന്നവർ ഞാൻ പറയും, നിങ്ങൾ 15 സെന്റ് സ്ഥലം നിങ്ങൾ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഭക്ഷണം നിങ്ങൾ ഉപയോഗിച്ച് എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അതിന് പോലും ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ, പുള്ളി ഒരു 11 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത്
പുള്ളിക്ക് വർഷം 28 പറഞ്ഞോളം പുള്ളി കിട്ടും. പുള്ളി വർഷം മുഴുവൻ അത് ആസ്വദിച്ച് കഴിക്കുന്നു. ഈ കേരളം ഞാൻ പറയുന്നത് മാതൃകയാക്കേണ്ട ചില സംസ്ഥാനങ്ങളുണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, അവിടെ ആന്ധ്രാപ്രദേശും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന നാടുകളിൽ അവിടെ തന്നെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയിട്ട് ഇപ്പം കഴിഞ്ഞ എല്ലോറയുടെ അടുത്ത് ഔറംഗാബാദ്, അപ്പം നമ്മൾ അവരുമായിട്ട് പോയി ടൈപ്പായി. അവിടെ ഒരു 170-ലധികം കൃഷിക്കാർ അത്ര ശക്തമായിട്ടാണ് അവർ നീങ്ങുന്നത്. അവർക്ക് അതാ 2 കാര്യം മനസ്സിലായി. വിഷമിട്ട അവർക്ക് ഉള്ളതും കൂടെ ഇല്ലാണ്ടാവുമെന്ന് മനസ്സിലായി. 2, ഇത് മറ്റുള്ളവനെ ഈ പറയുന്ന അപകടം ഉണ്ടാക്കുന്ന മറ്റ് സഹജീവികളെ നശിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതെന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ടായിരിക്കണം ഏതായാലും ഫാമിംഗ് ഗ്രൂപ്പുകളായിട്ട് ഇവിടെയും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.